ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മാമൻ 25,000 രൂപയുടെ വാച്ചാണ് സുകന്യക വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ 25,000 രൂപയാണ് കടയിൽ നിന്ന് കാണാതായത്. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് ധർമ്മനോട്, ധർമ്മ നീ ആ 25,000 രൂപ എങ്ങാനും എടുത്തിരുന്നോ എന്ന് ചോദിക്കുകയാണ്. കാരണം നിന്റെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സുകന്യക്കാണെങ്കിൽ 25,000 രൂപയുടെ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കണത്, നീ ആ 25,000 രൂപ എങ്ങാനും കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ധർമ്മന വല്ലാത്ത ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഗോമതി പറയണ്ടേ, ധർമ്മ നിനക്ക് വല്ല അബദ്ധം പറ്റിയെങ്കിൽ നീ തുറന്നു പറ എന്ന് പറയുമ്പോഴേക്കും ധർമ്മൻ, ചേച്ചി അതുപോലെ തന്നെ അളിയ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത്? അങ്ങനെ ഗോമതി സ്റ്റോഴ്സിന്റെ പൈസ എനിക്കങ്ങനെ അടിച്ചു മാറേണ്ട ആവശ്യമില്ല അളിയ. അയ്യോ നീ അടിച്ചു മാറ്റിയെന്നല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങാനും നിനക്കിപ്പോ സുകന്യക്ക് വാച്ച് മേടിക്കണം തോന്നിയപ്പോ പൈസ എങ്ങാനും എടുത്തിരുന്നോ എന്ന് ചോദിച്ചേ ഉള്ളൂ. പക്ഷെ ധർമ്മൻ അത് വേറെ രീതിയിലാണ് എടുക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ എടുക്കാനേ ആർക്കും സാധിക്കുള്ളൂ. ധർമ്മം വിചാരിക്കണം താൻ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് മോഷ്ടിക്കാറുണ്ട് എന്ന രീതിയിൽ ബാലൻ പറഞ്ഞു എന്നാണ് ധർമ്മന് അത് ഫീൽ ചെയ്തേട്ടോ. അതുകൊണ്ട് തന്നെ ധർമ്മം വേഗം തന്നെ റൂമിലേക്ക് കയറിയിട്ട് കഥ കടക്കുകയാണ്. കുറച്ചു നേരം ആലോചിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ധർമ്മം വേഗം ബാഗും തന്റെ സാധനങ്ങളൊക്കെ തന്നെ ഒരു ബാഗിലാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. സുകന്യ അടുത്ത് പറയണ്ട്, സുകന്യ നിനക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി സുകന്യ വേഗം തന്നെ റൂമിലേക്ക് പോയിട്ട് തന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടിയിലാക്കിയിട്ട് വേഗം തന്നെ ധർമ്മന്റെ സുകന്യാണെങ്കിൽ അപ്പൊ തന്നെ റൂമിൽ പോയിട്ട് തന്റെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം ധർമ്മന്റെ കൂടെ ഇറങ്ങാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോ ഗോമതി പറയണ്ട്, എടാ ധർമ്മ നീ എന്തീ കാണിക്കണത്? എടാ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വേണ്ട ചേച്ചി ഇനി ഒന്നും പറയണ്ട. എടാ നീ ഇത് എവിടേക്കായി പോണത് എന്ന് പറയുമ്പോ ബാലൻ പറയണ്ട, ഗോമതി അവൻ എവിടെയും പോവില്ല, അവനെ നമ്മളിന്ന് വിട്ട് എവിടെയും പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോ ധർമ്മം പറയണ്ട്, പോകാൻ പറ്റും. ഇത്രയും നാള് ഞാൻ വിചാരിച്ചത് ഇത് എന്റെ വീട്, എന്റെ അളിയൻ, എന്റെ ചേച്ചി, ചേച്ചിയുടെ നിങ്ങളുടെ മക്കള്, എന്റെ സ്വന്തം എന്താണ് മരുമക്കള് എന്നൊക്കെ വെച്ച് നിങ്ങളെയൊക്കെ ഞാൻ സ്നേഹിച്ചു. ഈ വീട് എന്റെ സ്വന്തം വീടിട്ട് കണ്ടു. അളിയന്റെ മക്കളും ആ കടയിൽ ഇരിക്കണ്ട്. പക്ഷെ മക്കളെയൊന്നും അളിയൻ എന്താണ് സംശയിച്ചോ? ഇല്ല, എന്നെയാണ് സംശയിച്ചത്. അതുകൊണ്ട് വേണ്ട അളിയ, ഞാൻ ഇനിയിപ്പോ ഈ വീട്ടിൽ നിന്നാൽ ശരിയാവില്ല. നാളൊരു സമയത്ത് ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് ഒരു മുട്ടുസൂചി പോയാൽ പോലും അളിയൻ എന്നെ സംശയിക്കും. എന്തിനാ വെറുതെ? ഇപ്പോഴാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ശത്രുതയോ ദേഷ്യമോ ഒന്നുമില്ല. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുവാണെന്ന് പറയാണ്. അപ്പോൾ ബാലമഴയുടെ പോട്ടേടാ, ഞാൻ ആ ഒരു ഇതിൽ ചോദിച്ചെന്നേ ഉള്ളൂ, നീ അത് വേറെ രീതിയിൽ മനസ്സിൽ വിചാരിക്കേണ്ട, നീ അത് വിട്ട് കളയടാ, എടാ പോട്ടേടാ എന്നൊക്കെ പറയാണ്. ഇല്ല ഇല്ല അളിയാ വെറുതെ ഇരിക്കെ, എനിക്ക് പോണം, സുകന്യെ നീ വന്നേ നമുക്ക് പോണം എന്ന് പറയാണ്. അപ്പൊ ആര്യം പറയണ്ട, മാമ പ്ലീസ് മാമ നമുക്ക് എന്താണെങ്കിലും പറഞ്ഞു തീർക്കാം മാമ എന്ന് പറയുമ്പോ, ഇല്ല ഇതിലൊന്നും പറഞ്ഞു തീർക്കാനൊന്നുമില്ല, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കായിരുന്നു. പക്ഷെ ഇത് എന്റെ നേരെ മോഷണ ശ്രമം അല്ലെങ്കിൽ മോഷണ കുറ്റമാണ് വെച്ചിരിക്കുന്നത്. എനിക്കാരുടെയും 10 പൈസ പോലും വേണ്ട. അളിയൻ പല പ്രാവശ്യം മാസത്തിൽ ഇന്നൊരു പൈസ സാലറി ആയിട്ട് നീ എടുത്തോടെ ധർമ്മ എന്ന് പറയുമ്പോൾ പോലും ഞാനതിന് 10 പൈസ പോലും എടുക്കാറില്ല. ഞാൻ ഇന്ന് സുകന്യക്ക് വാച്ച് മേടിച്ചു കൊടുത്ത പൈസ എവിടെയാന്ന് അളിയൻ ചോദിച്ചല്ലോ. ഞാനൊരു പിടിച്ചിട്ടാണ് സുകന്യക്ക് വാച്ച് വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞ റെസിപ്റ്റ് കാണിച്ചു കൊടുക്കാണ്, കണ്ടില്ലേ? അല്ലാതെ അളിയന്റെ ആ കടയിൽ നിന്ന് എടുത്ത പൈസ ഒന്നല്ല. നീ എന്താ പറഞ്ഞത്? എന്റെ കടയെന്നോ? അതെ, ഇനി മുതൽ അത് അളിയന്റെയും അളിയന്റെ മക്കളുടെയും ഈ മരുമക്കളുടെ അളിയന്റെ ഭാര്യയുടെയും കടയാണ്. എനിക്കതിലൊരു അവകാശമില്ല. സുകന്യ വാ ഇറങ്ങാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവിക്ക് ആകെ വിഷമമാണ്. ദേവി വേഗം തന്നെ ധർമ്മന്റെ അടുത്തേക്ക് ഓടി വരണം. മാമ പ്ലീസ് മാമ പോവല്ലേ, ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ വന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായത്. ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ധർമ്മം പറയണ്ട, ദേവി എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല മോളെ. നോക്ക്, നീ ഗോമതി സ്റ്റോഴ്സിൽ വന്നാലും ഇല്ലെങ്കിലും ഈ 25,000 രൂപ പോയത് തന്നെയാണ്. നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 25,000 രൂപ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എന്നെ തന്നെ സംശയിക്കുള്ളായിരുന്നു. അതുകൊണ്ട് നീ തെറ്റുകാരിയൊന്നുമല്ല. ഇനിയിപ്പോ 25,000 രൂപ പോയുള്ളൂ, നാളെ 1,00,000 രൂപയാണ് പോണെന്നുണ്ടെങ്കിൽ അതിലും എന്നെ സംശയിക്കില്ലേ? എന്റെ ഭാര്യക്ക് ഒരു കുപ്പിവളയോ അല്ലെങ്കിൽ ഒരു പൊട്ടോ വാങ്ങിച്ചെടുത്താൽ അത് ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് കട്ടെടുത്ത പൈസയാണെന്ന രീതിയിൽ ഇവര് സംസാരിക്കുള്ളൂ. അതുകൊണ്ട് ഇനി വേണ്ട, ഇനിയിപ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുകന്യനും കൂട്ടിക്കൊണ്ട് ധർമ്മൻ അവിടെ നിന്ന് ഇറങ്ങണം. അപ്പൊ സുകന്യയുടെ വിചാരം എന്താ, നേരെ കൃഷ്ണമംഗലത്ത് പോവാണ്, അവിടെ AC കിടന്ന് ഉറങ്ങാലെന്നാണ് നമ്മുടെ സുകന്യയുടെ വിചാരം. പക്ഷേ ധർമ്മം നേരെ റോട്ടിലേക്ക് ഇറങ്ങാട്ടോ. സുകന്യ ചോദിക്കണ്ടല്ല, ധർമ്മേട്ടിന് ഇത് എവിടേക്കാ പോണത്? അല്ല നീ എന്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ, പിന്നെ നീയൊക്കെ എന്താ അതറിയേണ്ട കാര്യം എന്താണ്? നമ്മൾ പോകണത് ഏതെങ്കിലുമൊക്കെ ചെറിയ റൂം എന്തെങ്കിലും എടുക്കാം, അവിടേക്ക് മാറാം. പിന്നെ നല്ലൊരു വീട് സെറ്റാക്കി നമുക്ക് അവിടേക്ക് മാറാം. ഞാൻ എന്ത് കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ നിന്നെ നോക്കിക്കോളാം എന്ന് പറയാണ്. അല്ല നമുക്ക് ഈ കൃഷ്ണമംഗലത്ത് പോയിക്കൂടെ? അത് ധർമ്മേട്ടനും കൂടെ അവകാശപ്പെട്ട വീടല്ലേ. കൃഷ്ണമംഗലത്തേക്കോ തൽക്കാലത്തേക്ക് പോകുന്നില്ല. അത് അളിയനെയും ചേച്ചിക്കും കുറച്ച് നാണക്കേടാകും. ഓ, അപ്പൊ നിങ്ങൾ അവരിപ്പോ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് നാണക്കേടായിട്ട് തോന്നിയില്ലല്ലേ?
അത് ഞാനും എൻ്റെ ചേച്ചിയും അളിയനും തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങൾ പിന്നെ എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞു തീർത്തോളാം. എന്തായാലും കൃഷ്ണമംഗലത്ത് പോയിട്ട് അവരുടെ ആ ഒരു ശത്രുവിന്റെ കൂടെ നിന്നിട്ട് എനിക്ക് അവരെ ചതിക്കാൻ വയ്യ. അതുകൊണ്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി നിൽക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും റൂം എടുക്കാം. നാളെ ഏതെങ്കിലുമൊക്കെ ചെറിയൊരു വാടക വീട് നോക്കാം. വാടക വീടോ? എനിക്കൊന്നും പറ്റില്ല. പറഞ്ഞിട്ട് വാടക വീട്ടിലൊന്നും ഞാൻ നിൽക്കില്ല. എനിക്കത് നിൽക്കേണ്ട കാര്യവുമില്ല. എനിക്ക് സൗകര്യമുള്ള വീട് തന്നെ വേണമെന്ന് പറയുമ്പോൾ ധർമ്മം പറയണ്ട, സുകന്യ നിനക്ക് വേണമെങ്കിൽ കൃഷ്ണമംഗലത്തേക്ക് പോകാം, ഞാൻ നിന്നെ തടയുന്നില്ല. പക്ഷെ പിന്നെ നീ എന്റെ ജീവിതത്തിലേക്ക് വരാൻ നിൽക്കേണ്ടെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ സുകന്യക്ക് ചെറിയ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. സുകന്യ അപ്പൊ തന്നെ ധർമ്മന്റെ കൂടെ തിരിച്ച് അങ്ങോട്ട് പോകുകയാണ്. വാടക വീടെങ്കിൽ വാടക വീട് എവിടെയെങ്കിലും നിൽക്കാൻ അങ്ങോട്ട് പോകുകയാണ്. ദേവിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമാണ്. ദേവി ബാലനോട് പറയണ്ടേ, ബാലച്ച എല്ലാത്തിനും കാരണം ഞാനാണ്, എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, എന്നോട് ക്ഷമിക്ക് ബാലച്ചെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക ദേവി. അപ്പത്തേക്ക് ആനന്ദ് പറയണ്ട, അതെ അതെ ഇവളെ എല്ലാത്തിനും കാരണം, ഇവളെ അപ്പഴേ ഞാൻ പറഞ്ഞ ഗോമതി സ്റ്റോഴ്സിലൊന്നും കൊണ്ടുപോകാൻ നിൽക്കേണ്ടത്. ഇപ്പൊ എന്തായി, വേണ്ട ഇനിയിപ്പോ ആരും ദേവിമോളുടെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട, ധർമ്മനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് ഗോമതി പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ദേവി ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകുന്നില്ല. അപ്പൊ ബാലൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, നീ ഗോമതി സ്റ്റോഴ്സിലേക്ക് വാ, നീ നോക്കിക്കോ ഇന്ന് ധർമ്മൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നിരിക്കും എന്നൊക്കെ പറയണം. അങ്ങനെ ദേവിയും പോകുന്നുണ്ട്. ചിലപ്പോൾ ധർമ്മമാമ വന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാതെ ദേവി ഗോമതി സ്റ്റോഴ്സിലേക്ക് പോവാട്ടോ. അങ്ങനെ പോകുമ്പോൾ ധർമ്മം വരുന്നേ ഇല്ല. അവിടെ രാമേട്ടൻ ഉണ്ട് കേട്ടോ. ബാലൻ ആ സമയത്ത് അവിടെ എത്തിയിട്ടില്ല. അപ്പൊ രാമേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ദേവി പറയണ്ട്, ഇങ്ങനെ 25,000 രൂപ കാണാതെ 2 കെട്ടായിട്ടാണ് ബാലച്ചൻ കൊണ്ട് വെച്ചത്. 50,000 രൂപയുടെ മൊത്തം വെച്ചത് 2 കെട്ട്, 25,000 2 കെട്ടായിട്ടാണ് വെച്ചത്. അതിലൊരു കെട്ട് മാത്രമേ ഉള്ളൂ, ഒരു കെട്ട് കാണുന്നില്ല. ഇന്നലെ ഞാൻ ചായ കുടിക്കാൻ പോയപ്പോഴേക്കും രാമേട്ട കസ്റ്റമർ വന്ന സമയത്ത് ഏതെങ്കിലും കസ്റ്റമർ മേശപ്പുറത്ത് എങ്ങാനും കൈയെങ്ങാനും വെച്ച് അല്ല ആരെങ്കിലും ഇതിൽ എടുക്കണത് എങ്ങാനും കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും, അയ്യോ ദേവിമോളെ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. അല്ല ഇവിടെ CCTV ഇല്ലേ, CCTV നോക്കിയാൽ പോരെ എന്ന് പറയാണ്. അല്ല ഇന്നലെ വേറെ ആരെങ്കിലും വന്നിരുന്നു ദേവി ചോദിക്കുമ്പോൾ, അയ്യോ പറയാൻ മറന്നു, ദേവിമോളുടെ അച്ഛൻ വന്നിരുന്നു, മോളിവിടെ ഇല്ല ചായ കുടിക്കാൻ പോയെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഇറങ്ങി പോയും ചെയ്തു എന്ന് പറയാണ്. അത് കേട്ടപ്പോ തന്നെ ദേവിക്ക് മനസ്സിലായി ഇതിനെല്ലാത്തിനും ഉത്തരവാദിത്വം നമ്മുടെ എന്താണ് ഉദയഭാനു ആണെന്ന്. ദേവി അപ്പൊ തന്നെ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാട്ടോ. ഇറങ്ങിക്കഴിഞ്ഞ് ദേവി പെട്ടെന്ന് അപ്പുറത്തേക്ക് പോയിട്ട് ഫോൺ എടുത്തിട്ട് നമ്മൾ ഉദയഭാനുവിനെ വിളിക്കുകയാണ്. അച്ഛനത് ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട് മോളെ. എന്താ മോളെ ഞാൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരണോ? അച്ഛനോട് അച്ഛന്റെ മുട്ടുകാലിൽ ഞാൻ തല്ലി ഓടിക്കും. അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു അല്ലേ? ഞാൻ അവിടെ വന്നിരുന്നു. അപ്പൊ നീ അവിടെ ഇല്ലെന്ന് രാമേട്ടൻ അയാള് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്തു. തിരിച്ചു പോയപ്പോഴേക്കും അച്ഛൻ മേശപ്പുറത്ത് 25,000 രൂപ മോഷ്ടിച്ചോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് 2,000 രൂപ മോഷ്ടിച്ചോ. സത്യം പറയച്ച, ദേ ഇവിടെ CCTV ഉണ്ട്, CCTV എങ്ങാനും നോക്കിക്കഴിഞ്ഞാലേ അച്ഛൻ പെട്ടുപോകും. ഇപ്പൊ 25,000 രൂപ കാണാതായാലേ ധർമ്മമാമനെയാണ് കുറ്റം ഇതാക്കിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുക ധർമ്മമാമൻ. അതുകൊണ്ട് ആരെങ്കിലും ആര്യനോ ആകാശോ ആരെങ്കിലും CCTV നോക്കിക്കഴിഞ്ഞാൽ അതോടെ തീർന്നു അച്ഛന്റെ കള്ളക്കളി. അതുകൊണ്ട് ആ 25,000 രൂപ മര്യാദക്ക് ഇവിടെ കൊണ്ടുവന്നോ, അല്ലെങ്കിൽ അച്ഛന്റെ കള്ളക്കളി ഇതോടെ എല്ലാവരും പിടിക്കുമെന്ന് പറയണം. അത് കേൾക്കുമ്പോൾ ഉദയഭാനെ കുറിച്ച് ഒരു ടെൻഷൻ ആവുന്നു കേട്ടോ. പക്ഷെ ആ ഒരു ഐഡിയ നമ്മുടെ ആകാശും ആനന്ദും ആര്യനൊക്കെ പറയുന്നുണ്ട്. CCTV അന്ന് കൊണ്ട് വെച്ചിട്ടുണ്ടായല്ലോ, ഒരെണ്ണം നമ്മുടെ ദേവമംഗലത്ത്, ഒരെണ്ണം നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ വെച്ചിരുന്നു. അപ്പൊ ഗോമതി സ്റ്റോഴ്സിൽ CCTV ദൃശ്യം നോക്കുമ്പോഴായിരിക്കും അവിടെ നമ്മുടെ ഉദയഭാനു വരുന്നത് കാണുന്നത്. അപ്പോൾ ആർക്കും ഉദയഭാനു സംശയമൊന്നുമില്ല, കാരണം അയാൾ കോടീശ്വരനാണല്ലോ. പക്ഷെ ദേവിക്കറിയാം തന്റെ അച്ഛൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. അതുകൊണ്ട് ദേവി തന്നെ തന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അതാ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കുക തന്നെ ചെയ്യും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.